വീണ്ടും ശൈലജ ടീച്ചർക്ക് എയറിലാകാനുള്ള വകുപ്പ് അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അടുത്ത് ചെന്നുകൊണ്ട് വലിയ രീതിയിൽ വീം പിളക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഓണത്തിന് അല്ലെങ്കിൽ എല്ലാ ഓണത്തിനും ഇത്തരത്തിൽ നിങ്ങൾക്ക് അലവൻസ് തരുന്ന വേറെ ഏത് സംസ്ഥാനമുണ്ട്? നമ്മുടെ സംസ്ഥാനത്ത്, അതായത് കേരളത്തിൽ CPM അല്ലെങ്കിൽ LDF മുന്നണി ഭരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അലവൻസ് ഓണത്തിന് കിട്ടിയത് എന്നാണ് അവർ എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ഉത്സവമായ ഓണത്തിന്, കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ജാതിയോ മതമോ നോക്കാതെ ആഘോഷിക്കുന്ന ഓണത്തിന് എന്തിന് മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് അലവൻസ് നൽകണം? അല്ല, എനിക്ക് ആ ഒരു പ്രസ്താവനയിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് നമ്മുടെ എം എം മണി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്, പെൻഷൻ വാങ്ങി മുഴുങ്ങിയിട്ട് നീയൊക്കെ ഇത് ചെയ്തല്ലോ ദ്രോഹികളെ എന്ന് പറയുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സംസാരം. അത് വളരെ രസകരമായിട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തൊരു സംഭവമായിരുന്നു. വളരെ വലിയൊരു ചർച്ചയായ ഒരു വിഷയമാണ്. വളരെ രൂക്ഷമായ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. രസകരമായി എന്നതിനേക്കാളും ഇനിയിപ്പോ എം എം മണിക്ക് എയറിൽ പോകാൻ വേറെ ഒന്നും വേണ്ട. അദ്ദേഹത്തിന്റെ സംസാര ശൈലി എല്ലാ കാലത്തും എയറിൽ പോകുന്നത് സ്വാഭാവികമാണ്, സാധാരണയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ എത്രയോ പ്രസ്താവനകൾ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആട് സിനിമയില് അദ്ദേഹത്തിന്റെ ചില റെഫറൻസുകളൊക്കെ എടുത്തു വെച്ച് അലക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന, പെൻഷൻ വാങ്ങി കിറ്റ് വാങ്ങി നക്കിയിട്ട് നീയൊക്കെ ഇത് ചെയ്തല്ലോ എന്ന് സാധാരണപ്പെട്ട ജനങ്ങളോട് ചോദിക്കുന്നത് പോലെയാണ് ശൈലജ ടീച്ചർ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതി മറ്റൊരു തരത്തിലാണ്. ഇതിനെയാണ് കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞ ഫേക്ക് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ CPM-കാരൊക്കെ ജനങ്ങൾക്ക് കൊടുത്ത സാധനങ്ങളുടെ കണക്കുകൾ എണ്ണി പറയുന്നുണ്ടല്ലോ. കിറ്റ് കൊടുത്തത് പറയുന്നുണ്ട്, ഈ പറയുന്നത് പോലെ ക്ഷേമ പെൻഷൻ കൊടുത്തത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പലതും പറയുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ ഇവരുടെയൊക്കെ തറവാട്ടിൽ നിന്നാണോ ഈ പറഞ്ഞ ഇതിനുള്ള പണം കൊണ്ടുവന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെ. രാഹുൽ മാങ്കൂട്ട ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശൈലജ ടീച്ചർ കഴിഞ്ഞ ദിവസം നമുക്കറിയാം തൊഴിലുറപ്പ് നിർത്താൻ പോകുന്നു എന്നുള്ള വലിയ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തൊഴിലുറപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്, അല്ലെങ്കിൽ തൊഴിലുറപ്പ് ആരാണ് കൊണ്ടുവന്നത് എന്ന് പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ശൈലജ ടീച്ചർ അവിടെ പറയുന്നത്, തൊഴിലുറപ്പ് കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തൊഴിലുള്ളത് എന്ന് പറയുന്ന ഒരു തെറ്റായിട്ടുള്ള വാർത്ത. അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ആരാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നതെന്നും അത് ഇംപ്ലിമെന്റ് ചെയ്തത് ആരാണെന്നും. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ യഥാർത്ഥ സൃഷ്ടി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് അടുത്ത സർക്കാരുകളാണ് ഇത് നടപ്പിലാക്കിയതെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനും അവരെ തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടുവരാനും. പഴയ കാലത്ത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീടുകളിൽ തന്നെയായിരുന്നു സ്ത്രീകൾക്ക് വെളിയിലേക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല, അവർക്ക് തൊഴിലില്ല, യഥാർത്ഥത്തിൽ അവർക്ക് തൊഴിലില്ല. അപ്പോൾ വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള, അവർക്ക് എന്തെങ്കിലും തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പിന് പോകുന്നത് സാധാരണപ്പെട്ട മനുഷ്യരാണ്, അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെയാണ് പോകുന്നത്. വളരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒരു കാലത്ത് ഈ തൊഴിലുറപ്പുകാരെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സീരിയലുകളാണെങ്കിലും ഇതെല്ലാം ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അറിയാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്, വളരെ കഠിനമുള്ള പണിയാണ് ഈ തൊഴിലുറപ്പ് മേഖലയിലെ ആളുകൾ ചെയ്യുന്നത്. ചില 1-2 തൊഴിലുറപ്പ് ചില ദിവസങ്ങളിലൊക്കെ അവർ ഫ്രീ ആയിരിക്കും എന്ന് കരുതി എല്ലാ തൊഴിലുറപ്പും അങ്ങനെയൊന്നും അല്ല. കിണറിനകത്തും അതുപോലെ തന്നെ കനാലിലൊക്കെ വളരെയധികം ദുരിതം പിടിച്ച അല്ലെങ്കിൽ വളരെയധികം കഷ്ടപ്പാട് കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന വരുമാനം എന്താ? ഇത് മാത്രം ചിന്തിച്ചാൽ മതി. ജയിലിൽ കിടക്കുന്ന ക്രിമിനൽ ആയിട്ടുള്ള കുറ്റവാളികൾക്ക് ജയിലിൽ ജോലി എടുക്കുന്നതിന് അവർക്ക് സ്ഥിരം കൊടുക്കുന്നത് 600-620 രൂപയോളമാണ് ഏറ്റവും കൂടിയ എമൗണ്ട് എന്ന് പറയുന്നത്. ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതികൾ, തൊഴിലുറപ്പ് ചെയ്യുന്ന ആളുകൾ 350, 400 അപൂർവം മാത്രമാണ് ലഭിക്കുന്നത്. എന്നിട്ട് 350 രൂപയാണ് അവരുടെ ബേസിക് ശമ്പളം എന്ന് പറയുന്നത്. ആകെ 100 തൊഴിൽ ദിനങ്ങൾ മാത്രമേ ഒരു പ്രാവശ്യം ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറെ നിയമങ്ങളുണ്ട് ഇതിനകത്ത്. അവർക്ക് എല്ലാ ദിവസവും 365 ദിവസവും പണിയൊന്നുമില്ല. അവർക്ക് ആകെ 100 ദിവസത്തേക്കുള്ള പണി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നീട് അവർ പേരുകൾ മാറ്റിയിട്ടാണ് മറ്റാരുടെയെങ്കിലും പേരിലൊക്കെ ആയിരിക്കും പലരും ജോലി ചെയ്യുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ പൈസയ്ക്ക് ഒരു 350 രൂപയ്ക്ക് ഇന്ന് ഒരു ബംഗാളി വന്ന് പണിയെടുക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇന്നൊരു പണിക്കാരന് കൊടുക്കണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. ആ 1000 രൂപ കൊടുക്കുന്ന സ്ഥാനത്താണ് ഇവർ 350 രൂപയ്ക്ക് വന്നിട്ട് ഒരു ദിവസത്തെ പണി ചെയ്യുന്നത്. രാവിലെ മുതൽ അത് ഈ പറയുന്ന തൊഴിലാളി നമ്മൾ കാണുന്നതാണ്. നമ്മൾ സ്ഥിരം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ജോലിക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഈ പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ തന്നെയും അവരുടെ കയ്യിൽ ഓരോ ആയുധങ്ങളൊക്കെ ആയിട്ട് പോകുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സഹതാപം തോന്നും. ഈ ചെറിയ തുച്ഛമായ വരുമാനത്തിന് വേണ്ടിയാണല്ലോ ഇവർ ഇത് ചെയ്യുന്നത്. അതിലത് ഏറ്റവും കൂടുതൽ വിഷമാവുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണപ്പെട്ട അമ്മമാരുണ്ട്,
അതായത് വളരെ വയസ്സായിട്ടുള്ള 60-70 വയസ്സ് 80 വയസ്സായിട്ടുള്ള മുത്തശ്ശിമാരൊക്കെ തൊഴിലുറപ്പ് പണിക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമമാവും. ഈ പ്രായത്തിൽ ഇവർ പണിക്ക് പോകുന്നുണ്ടെന്ന്. അവരെ സംബന്ധിച്ച് അത് അഭിമാനമാണ്. ഇപ്പോഴും ഞാൻ തൊഴിലെടുത്ത് ജീവിക്കുന്നു എന്നുള്ളൊരു അഭിമാനമാണ് ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊടുക്കുന്നത്. അവരെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് എന്താണ്? 10 മണിക്ക് ചായ, 11 മണിക്ക് കടി, ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറ്, അത് കഴിഞ്ഞ് 2 മണിക്ക് വിശ്രമം, അത് കഴിഞ്ഞ് 3 മണിക്ക് ആഹാരം, ഇങ്ങനെ പറഞ്ഞിട്ടാണ്. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ഒരാൾ തീർക്കേണ്ട പണിയെ പറ്റി ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ കനാലിലൊക്കെ ഇറങ്ങി പണിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള കനാലുകളായിരിക്കും. നമ്മുടെ കേരളത്തിലെ കനാലുകൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനുഷ്യ വിസർജ്യം വരെ കിടക്കുന്ന കനാലുകളാണ്. അതുകൂടാതെ പാമ്പ്, ഇഴജന്തുക്കള്, ഇതിനെ എല്ലാം കവർ ചെയ്തിട്ടാണ് ഇവർ പോകുന്നത്. വലിയ കുറ്റിക്കാട്ടിലും വലിയ, അതായത് മനുഷ്യനെ ആക്രമിക്കുന്ന ജീവികളുള്ള കാട്ടിലേക്കൊക്കെയാണ് ഇവര് യഥാർത്ഥത്തിൽ തൊഴിലുറപ്പിന് പണിക്ക് പോകുന്നത്. ഇവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു തോന്നൽ സർക്കാരിനുണ്ട്. അല്ല, അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എല്ലാ പദ്ധതികളും കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെങ്കിലും അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നീക്കമായി CPM മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത്രത്തോളം ഉളുപ്പില്ലാതെ ആയോ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രം ഉളുപ്പില്ലാതെ ആയോ ശൈലജ ടീച്ചർക്ക് എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഈ സാധാരണപ്പെട്ട എത്ര മനുഷ്യർക്കറിയാം? ഈ നമ്മുടെ ചർച്ച പോലും സാധാരണപ്പെട്ട ആളുകളൊന്നും കേൾക്കില്ല. അവരെ സംബന്ധിച്ച് അവർ അടുത്തേക്ക് വന്നിട്ട് അവർ ചിലപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളായിരിക്കും, ഫോൺ ഇല്ലാത്ത ആളുകളായിരിക്കും. അവർ ആകെ വാർത്തകൾ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ വാർത്തകൾ കാണാൻ അവർക്ക് സമയമില്ല. ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ മാത്രമായിരിക്കും. അവിടേക്ക് ഇപ്പോൾ ശൈലജ ടീച്ചറിനെ പോലൊരു നേതാവ് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയാണ്, ഞങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കിറ്റ് തരുന്നത്, ഞങ്ങളുടെ കിറ്റ് വാങ്ങിച്ച് തിന്നിട്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കിറ്റ് തരുന്നത് എന്ന് പറയുന്ന ഒരു അജണ്ട സൃഷ്ടിക്കുകയാണ്. അവിടെ സാധാരണപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് അന്നം കൊടുക്കുന്നവനെ ദൈവമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ദൈവമായിട്ട് കണ്ട് തൊഴുതുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല ഇത് വോട്ട് പിടിക്കാനുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ്. ഇപ്പൊ മണിയാശാൻ പറഞ്ഞതുപോലെ കിറ്റ് വാങ്ങി നക്കിയിട്ട് നീയൊക്കെ എന്താണ് ചെയ്തത് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ശൈലജ ടീച്ചർ അവിടെ ചോദിക്കുന്നത്. ഇൻഡയറക്റ്റ് അങ്ങനെ തന്നെയാണ്, ഞങ്ങളാണ് കിറ്റ് തരുന്നത്, ആ കിറ്റ് വാങ്ങി നക്കിയിട്ടാണ് നീയൊക്കെ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നൊരു ഒന്ന് ഓർമ്മപ്പെടുത്തൽ അതാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന CPM ചെയ്യുന്ന പല PR വർക്കുകളും തല തിരിഞ്ഞുകൊണ്ട് അവർക്ക് തന്നെ ബൂമറാങ്ങായി തിരിച്ചെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശൈലജ ടീച്ചറിനെ ആണെങ്കിലും നമുക്കറിയാം, കൃത്യമായ ഒരു PR വർക്ക് അല്ലെങ്കിൽ കൃത്യമായ ഒരു വീഡിയോ എടുത്ത് അവർ പ്രദർശിപ്പിക്കുന്നതിൽ അവർ ഉദ്ദേശിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ, നമ്മൾ കണ്ടിരുന്നു KC വേണുഗോപാൽ ഈ പറയുന്നത് പോലെ വാഴയിലയിൽ കപ്പ കഴിക്കുന്നത്. അത് പരമാവധി ഈ പറയുന്ന CPM സൈബർ ഹാൻഡിലുകൾ, ട്രോളുകൾ വെച്ച് നോക്കിയെങ്കിൽ പോലും അതൊന്നും ഏക്കാതെ ജനങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെന്നു. അപ്പോൾ ആ ഒരു ട്രെൻഡ് തന്നെ ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സാധാരണക്കാർക്കിടയിലേക്ക്, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് തങ്ങൾ അത്രത്തോളം ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പക്ഷേ സഹതാപ തരംഗം കൊണ്ട് തങ്ങൾക്ക് ഒരു ഇച്ചിരി വോട്ട് കിട്ടിയാലോ എന്നുള്ള കൃത്യമായ CPMന്റെ ഒരു പ്രതീക്ഷയാണ് ഇവിടെ ചീറ്റി പോയിരിക്കുന്നത് എന്ന് തോന്നുന്നു. ചീറ്റിപ്പോയതൊന്നുമല്ല. അപ്പോൾ നമുക്കറിയാം, സാധാരണപ്പെട്ട മനുഷ്യനെ കാണണമെങ്കിൽ അവരുടെ തൊഴിലിടത്തിലേക്ക് പോകണം. അതെ, തീർച്ചയായിട്ടും. ഇലക്ഷൻ സമയം ആവുമ്പോൾ മാത്രം വോട്ട് തരണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പോകുന്ന ആളുകളൊക്കെ ആദ്യം ചെന്ന് കയറുന്നത് ഒന്നെങ്കിൽ കുടുംബശ്രീക്കായിരിക്കും, അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതികൾക്കായിരിക്കും. തൊഴിലുറപ്പിലാണ് കൂടുതൽ സ്ത്രീകളെ, വീട്ടമ്മമാരെ കാണാൻ കഴിയുന്നത്. അവിടെ ചെന്ന് ഞങ്ങളാണ് നിങ്ങൾക്ക് കിറ്റ് തരുന്നത്, ഞങ്ങൾ മാത്രമാണ് കിറ്റ് തരുന്നത്, വേറെ ആരും കിറ്റ് കൊടുത്തിട്ടില്ല, ഓണത്തിന് ഞങ്ങൾ മാത്രമാണ്, ഓണത്തിനും വിഷുവിനും ഞങ്ങൾ മാത്രമാണ് അലവൻസ് തരുന്നത്, വേറെ ആരും കൊടുക്കുന്നില്ല എന്ന് ഇങ്ങനെ തള്ളി 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 ഇങ്ങനെ പോകുമ്പോഴാണ് ഇതൊക്കെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുമെന്നും ഇത് ചർച്ചയാകുമെന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ആ സാധാരണപ്പെട്ട മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഞങ്ങൾ തരുന്ന സാധനം കൊണ്ടാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കിറ്റ് കൊടുത്ത് വാങ്ങിക്കുന്നൊരു സംസ്ഥാന സർക്കാരിനെ ചേർന്ന പണിയല്ല. അതായത് ഒന്നും സൗജന്യമായിട്ട് കൊടുക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ സാധാരണപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവനും ജീവിതവും വഴിമുട്ടി നിൽക്കുമ്പോൾ അന്നം കിട്ടുക, അല്ലെങ്കിൽ ഒരു ചെറിയ തുക, അവൻ്റെ ജീവിതത്തിൻ്റെ അന്നത്തെ ചെലവ് കഴിഞ്ഞുമ്പോൾ ഒരു തുക കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷെ ഒരു ജനാധിപത്യപരമായിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഇത് അധിക ചെലവാണ്. അധിക ചെലവ് മാത്രമല്ല, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാണ്, അവരെ മടിയന്മാരാക്കിയാണ്. പക്ഷെ നമ്മളിത് പറയുമ്പോൾ ഈ പറയുന്ന കിറ്റ് കിട്ടുമ്പോൾ അതിൽ ആശ്വാസം കണ്ടെത്തുന്ന ഒരു കൂട്ടം ആളുകൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ കിറ്റിൽ അല്ലെങ്കിൽ അവരുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന നിലയിലുള്ള നിലപാടുകളാണ് നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിച്ചു പോകും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഈ പറയുന്ന നമ്മുടെ ഇന്നത്തെ സംസ്ഥാന സർക്കാർ എന്ത് നമുക്ക് തരുന്നുണ്ടോ അതെല്ലാം തന്നെ ഒരു മിഠായി കഷ്ണമാണെങ്കിൽ പോലും അതിൽ കൃത്യമായ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരാൾ നമുക്ക് എന്തെങ്കിലും സൗജന്യമായിട്ട് തരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൃത്യമായിട്ട് അവിടെ നോട്ടീസ് ചെയ്യണം.
അവിടെ എന്തെങ്കിലും ഒരു വിഷയം അവിടെ ഉണ്ടാവും. ഇപ്പോൾ നാളെ തൊട്ട് ഞാൻ ഹർഷയ്ക്ക് സാധനങ്ങളും പലചരക്ക് സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു തരികയാണെന്ന് വെച്ചോ, മറ്റന്നാൾ ഞാൻ പറയാം ഇനി ഞാൻ പറയുന്നത് മാത്രമേ ഹർഷ കേൾക്കാവൂ എന്ന് പറയുന്ന രീതിയിലേക്ക്, അതാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് മാത്രമേ നിങ്ങൾ വോട്ട് തരാവൂ. ഇപ്പോൾ സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ നാളെ അവനൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ഈ CPM സംബന്ധിച്ച് CPM ധാർഷ്ട്യം കൂടുതലാണ് എന്ന ആളുകൾ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി ഇവിടുത്തെ ഈ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരും ഏരിയ കമ്മിറ്റി നേതാക്കന്മാരും ഒക്കെ വീട്ടിൽ പോയിട്ട് നീയൊക്കെ ഞങ്ങളുടെ കിറ്റ് വാങ്ങിച്ച് നക്കിയിട്ടല്ലേടാ നീയൊക്കെ ഈ പണി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ഒരു അക്ഷരം മിണ്ടാൻ കഴിയില്ല. ജനാധിപത്യപരമായിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ തന്നിട്ടല്ലേ നീയൊക്കെ തിരുന്നത്, മറ്റേമാരെന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് പോകും. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 1 രൂപയ്ക്ക് അരി ഉണ്ടായിരുന്നു, വളരെ വലിയ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പദ്ധതികളെല്ലാം ഇന്ന് എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. അതായത് ആരുമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, സംസാരിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, ഓരോ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഓരോ പദ്ധതികളുണ്ടായിരുന്നു. ഇന്ന് ആ പദ്ധതികളുടെ അവസ്ഥ എന്താണ് എന്ന് ഒരു ചോദ്യമുണ്ട്. പിന്നെ സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്ന മറ്റൊരു പദ്ധതിയുണ്ട്, അതിദരിദ്രം ഇനി കേരളത്തിലില്ല എന്ന് പറയുന്നൊരു പദ്ധതി കൊണ്ടുവന്നതാണ്. ഇനി എനിക്ക് തോന്നുന്നു കേരളത്തിലെ അതിദരിദ്രരെല്ലാം തീർന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ പാവപ്പെട്ടവരാരും ഉണ്ടാകില്ല എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിയുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിട്ടുള്ളത്. ഗോവിന്ദ മാസ്റ്ററുടെ ബുദ്ധിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അദ്ദേഹത്തിന്റെ കുറുംബുദ്ധിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ വലിയ എന്തൊക്കെയോ ഉണ്ട് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് എന്താണ് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യാൻ പോകുന്നതെന്നൊരു ചോദ്യം ഇതിനകത്തൊരു ബാക്കിയാണ്.